അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് 6 വർഷമായി. അഭിമന്യുവിന്റെ പോരാട്ട വീര്യം എത്രത്തോളം മഹാരാജാസിൽ ഇന്നും നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഏത് വർഷ വിദ്യാർത്ഥി അഭിമന്യുവിനെ എങ്ങനെയാണ് ഓർക്കുന്നത്? ഞാൻ ഈ വർഷം വിദ്യാർത്ഥി, ഫസ്റ്റ് സെക്കൻഡ് ഇയർ ആയിപ്പോ. അപ്പോൾ ഞാൻ മൂന്നാറിനാണ് വരുന്നത്. എന്റെ അടുത്താണ് അഭിമന്യു. അപ്പൊ അവിടെ തൊട്ടേ എനിക്ക് അഭിമന്യുവിനെ കുറച്ചായിട്ട് അറിയാം. ഞാൻ 10ൽ പഠിച്ചതാണ് അഭിമന്യു മരണപ്പെടുന്നത്. അങ്ങനെ എനിക്ക് അഭിമന്യുവിന് ഇതായി ഒരു രക്തസാക്ഷിയായിട്ട് എനിക്ക് മനസ്സിലാക്കും. നേരെയും പിന്നെ കോളേജിലേക്ക് വന്നു. കോളേജ് വന്നപ്പോൾ ആരസിൽ അഭിമന്യുവാണ് ഏറ്റവും കൂടുതൽ ഒരു പേരുപോയ ഒരു സഖാവ്. അപ്പോൾ നമുക്ക് ഒരു ഊർജം കൂടിയാണ് അഭിമന്യു. അതിന്റെ ഓർമ്മ ദിനമായിട്ട് ഞങ്ങൾ എന്നും ഓർക്കുന്നത് അഭിമന്യുവാണ് കൂടുതലും. ഇന്നും കോളേജ്, അതായത് 6 വർഷമായിട്ടും അഭിമന്യുവിന്റെ ഓർമ്മകൾ കോളേജിലുണ്ട്. ഉണ്ടോ. ഏത് മൂലയ്ക്ക് പോയാലും നമ്മൾ അഭിമന്യുവിന്റെ ഒരു മുദ്രാവാക്യങ്ങളും അതിന്റെ ആയിട്ട് നമുക്ക് സൗണ്ട് കേൾക്കും. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും അഭിമന്യുവിന്റെ ഒരു ഓർമ്മകളായിട്ട് നമുക്ക് വരും. എങ്ങനെ ഓർക്കുന്നത്? ഏത് വർഷ വിദ്യാർത്ഥിയാ? ഞാൻ ഇപ്പൊ 3 വർഷ വിദ്യാർത്ഥിയാ. നമ്മള് ഇങ്ങോട്ട് വരുന്ന കാലം തൊട്ടെന്ന് വെച്ചാല് അഭിമന്യു കലാലയത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങോട്ട് വരവേറ്റ് തന്നെ. അപ്പോ ഏറ്റവും നെഞ്ചോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരാള് നമ്മളെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് രക്തസാക്ഷിത്വം വരിച്ച ഒരാളാണ്. അപ്പോ സ്വന്തം കാര്യം നോക്കാനാണെങ്കിൽ മറ്റൊരു പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചാൽ പോരെ അടക്കം പറഞ്ഞു വെച്ച ഒരാളാ. ഇവിടെ ക്യാമ്പസിൽ നവാഗതര് വരുന്നതിന്റെ ഭാഗമായിട്ടുള്ള പല പരിപാടികളുടെ ഭാഗമായിട്ട് ക്യാമ്പസിന്റെ പുറത്ത് നിന്ന് ഞങ്ങള് ഒരു പിരിവ് നടത്തുന്നുണ്ടായിരുന്നു SFIക്ക് വേണ്ടി. അപ്പോ എന്റെ പോക്കറ്റിൽ നിന്ന് ഒരു 20 രൂപ അഭിമന്യു എടുത്തുകൊണ്ട് പോകുന്നതാണ് അഭിമന്യുവിനെ കുറിച്ചുള്ള ഏറ്റവും അവസാനത്തെ ഓർമ്മ. അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യത്തിനകത്ത് പൈസ തന്നിട്ട് പോടാ വട്ടവടെ എന്ന് ഞാൻ പറഞ്ഞപ്പോ അഭിമന്യു പറഞ്ഞത് തിങ്കളാഴ്ച തിരിച്ചു തരാം എന്നാണ്. പക്ഷേ തിങ്കളാഴ്ച രാവിലെ എന്റെ ഒപ്പം പഠിക്കുന്ന, അന്ന് ഞാൻ കോളേജിൽ വന്നിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ എന്റെ ഒപ്പം പഠിക്കുന്ന ഒരു കൂട്ടുകാരിയാണ് ഇങ്ങനെ വിളിച്ചിട്ട് അഭിമന്യു കൊല്ലപ്പെട്ടു എന്ന് അറിയിക്കുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ SFIയിൽ തുടരണം, അല്ലെങ്കിൽ പല പ്രതിസന്ധികൾ ഉണ്ടായിട്ടും SFI ആയിട്ട് നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ അത് അഭിമന്യുവാണ്. അഭിമന്യുവിനെ പറ്റിയ ഈ ക്യാമ്പസ് പറയുന്ന കഥകളാണെന്നുള്ളതാണ്. അത് എന്നെ മാത്രമല്ല, മുഴുവനായിട്ടും എവിടെയുള്ള SFIക്കാരെയും ഏറ്റവും കൂടുതൽ SFI ആയിട്ട് നിർത്തുന്ന ഒരു ഘടകം അതെന്നും എക്കാലത്തും അഭിമന്യു തന്നെയാണ്. ഈ ദിവസം മാത്രമല്ല, എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അഭിമന്യുവിന്റെ വാക്കുകളുണ്ടല്ലോ, എന്റെ സ്വന്തം കാര്യം നോക്കാൻ ആണെങ്കിൽ എനിക്ക് മറ്റേതെങ്കിലും പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചാൽ പോരെ എന്നുള്ള ഒറ്റ വാക്യത്തിലൂടെ SFIയെ തന്നെ നിർവചിച്ച അഭിമന്യു എന്നും ഞങ്ങൾക്കൊരു ഊർജ്ജമായിട്ട് മുന്നോട്ട് പോകാൻ ചെയ്യും. നമ്മളെല്ലാം മരണപ്പെടുന്നവരാണ്. ഒരുപക്ഷെ എന്റെയും നിങ്ങളുടെയും മരണം സ്വാഭാവികമായിട്ടുള്ള മരണമായിരിക്കും. പക്ഷേ രക്തസാക്ഷികളുടെ മരണം എന്ന് പറയുന്നത് അവർ ഉയർത്തിപ്പിടിച്ച ആശയം എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്നതാണ്. അവർ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾ എല്ലാ കാലത്തും നമ്മളിലൂടെ, ഇന്ന് കാണുന്ന SFI പ്രവർത്തകരിലൂടെ നീണ്ടുപോകുന്ന മുദ്രാവാക്യങ്ങളും രാഷ്ട്രീയവുമാണ്. അപ്പൊ അഭിമന്യു ഇപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഓർമ്മകൾക്ക് മരണമില്ല. അഭിമന്യു പകർന്നു നൽകിയ പോരാട്ട വീര്യവും ഊർജവും ഇന്നും മഹാരാജാസിന്റെ ഹൃദയത്തിലുണ്ട്. അതെന്നും നിലനിൽക്കുമെന്നതും ഉറപ്പാണ്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.